കുറച്ച് ദിവസമായിട്ടോ കടുവാങ്ങൻ്റെ അച്ചാർ ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കണ്. മാവും മാങ്ങയും കിട്ടാറില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കണിഞ്ഞെട്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ ഒരു ദിവസം നേരം പോലത്തെ നീച്ചാട്ടൻ ആരാൻ്റെ തൊടുവിലുള്ള മാവിൻ്റെ ഒട്ടേക്ക് മണ്ടിട്ടോ ഒരു തോട്ടിയായിട്ട്. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ കട്ടിറച്ചി ഉണ്ടാക്കുകയല്ലേ എന്നിട്ടോ. കട്ടിറച്ചല്ല കേട്ടോ, ചോദിച്ചാട്ടൻ കേട്ടോ പറിച്ചത്. അവനാൻ്റെ ആടെ മാങ്ങ ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നില്ലേ ഉണ്ടാക്കാനൊക്കെ. ഇവിടെ ഇപ്പം മാവില്ലാത്തതുകൊണ്ട് പണ്ടാണെങ്കിൽ എൻ്റെ ആടെ കുറേ മാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുന്നിലെ മുറ്റത്ത് 2 മാവന്മാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് പെങ്ങളെ കല്യാണമൊക്കെ ആയപ്പോൾ മുറിച്ചിട്ടതാട്ടോ. പിന്നെ ഇപ്പം മാങ്ങ കിട്ടണമെങ്കിൽ ആരാൻ്റെ ആടൊക്കെ പോയി പൊറുക്കി ഉണ്ടാക്കണം. അങ്ങനെ മാവുമ്മൽ മൂത്ത മാങ്ങയൊക്കെ ആയിട്ട് ഒരു 5-6 ഞാൻ പറിച്ചതിന് കേട്ടോ. പുളിച്ചേങ്ങ തോന്നിട്ട് കണ്ടിട്ട് ഏതായാലും വേണ്ടില്ല, പുളിച്ചേങ്ങ ആയാലും വേണ്ടില്ല, നല്ല മധുരമുള്ള മാങ്ങ ആയാലും വേണ്ടില്ല, നമുക്ക് കിട്ടിയതിനോട് അത് ഉണ്ടാക്കുക തന്നെ കേട്ടോ. അങ്ങനെ കിട്ടിയ മാങ്ങയും തോട്ടിയായിട്ട് നേരെ നടന്നിട്ടോ അങ്ങക്ക്. അങ്ങനെ അവിടെ എത്തിയാട്ടോ ഓരോന്നിൻ്റെ ഞെട്ടി ഇങ്ങനെ പൊട്ടിച്ചിട്ടോ. ഞെട്ടി ഇങ്ങനെ പൊട്ടിച്ചുമ്പോൾ ആ കാറങ്ങനെ തീർച്ചനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിമെന്ന് അങ്ങനെ കാറങ്ങനെ ഒലിച്ച് നോക്കിയാണ് നിങ്ങൾ. അങ്ങനെ മാങ്ങ ഒക്കെ നല്ലോണം തേച്ചോറി നന്നാക്കി ഉണ്ടാക്കിട്ടോ. ഇപ്പോൾ അത് ചെത്തി ഉണ്ടാക്കണം കേട്ടോ. അതിനൊരു കത്തി കണ്ടെടുത്തായിട്ട് ഞാനിതാ പുറത്തൊരു സ്റ്റൂൾ ഇട്ട് കുത്തിറന്നിട്ടോ. ഇടിച്ചേക്ക് തലങ്ങും ബലങ്ങും ഓരോ കീറിട്ടെടുത്തായിട്ട് ഇങ്ങനെ അടിയിൽ കൂടെ ചെത്തിയെടുത്തിട്ടോ. കടുവാങ്ങയാട്ടോ നമ്മൾ ഉണ്ടാക്കണത്. ചിലവർ കാണട്ടെ വേറെ മോഡലിലൊക്കെ എരിഞ്ഞുണ്ടാക്കണത്. ഏതായിട്ട് എൻ്റെ മോഡൽ ചേക്കൊക്കെയാണ് കേട്ടോ. അങ്ങനെ മുഴുവൻ ഒരു ബസ്സിക്ക് ചേക്ക് ഇങ്ങനെ ചെത്തിട്ട് കൊടുത്തിട്ടോ. മാങ്ങ ഒക്കെ നല്ലോണം മൂത്ത് ചനച്ച് ഇങ്ങനെ മഞ്ഞ കളറായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നേരെ ഓടകോയിലെടുത്തായിട്ട് അടുപ്പിൽ തിരിച്ചെത്തിച്ചാൽ മാണ്ടി ഒരുങ്ങിട്ടോ. നല്ല ഊതിയെടുത്ത് കത്തിച്ച് 2 പെരുങ്കുള്ളി ഒരു ഓലോടി കൂടി അവിടെ വെച്ചിട്ടോ. അങ്ങനെ ഇപ്പോൾ ആളി വന്നപ്പോൾ തീമേല ഒരു ചട്ടി വെച്ചെടുത്തിട്ടോ. നമ്മളെ മാങ്ങ തട്ടിച്ചേക്കട്ടെ നമ്മൾ എരിഞ്ഞുണ്ടാക്കി. തീമേല ചട്ടി ചൂടായി വന്നപ്പോൾ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഔത്തുനിന്ന് അങ്ങോട്ട് എടുത്തിട്ടുണ്ടോ എന്നിട്ട് അതിനോട് ഇങ്ങനെ പാർന്നു കൊടുത്തിട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ പിന്നെ ആദ്യം തന്നെ കുറച്ച് കടക് ഇട്ടെടുത്ത് പൊട്ടിച്ചിട്ടോ. കടക് പൊട്ടിച്ചാലും ഉലുവടലും ഒക്കെ ഒരുമിച്ച് തന്നെ കഴിഞ്ഞിട്ടോ. അങ്ങോട്ട് കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് അങ്ങോട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ടോ. അതൊന്ന് കുറച്ചൊന്ന് നിറം മാറി നല്ലോണം പൊട്ടി വന്നപ്പോഴേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചുകൊണ്ടായിട്ടോ. അതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം അങ്ങനെ മൂപ്പിച്ചുണ്ടാക്കിട്ടോ. അടുപ്പും തിരിച്ചുമൊക്കെ നല്ല മട്ടത്തിൽ കത്തണമുണ്ട് കേട്ടോ. അങ്ങനെ അത് നല്ലോണം ബാടി വന്നെന്ന് വെച്ച് തോന്നിയപ്പോൾ പിന്നെ അതിക്ക് ഇതാ കുറച്ച് മുളകുപൊടി ഇട്ടെടുത്തിട്ടോ. മുളകുപൊടി മാത്രമല്ല പിന്നെ വേറത്തൊക്കെ കുറേ പൊടികളൊക്കെ ഇട്ടെടുത്തത് കേട്ടോ. മഞ്ഞപ്പൊടിയും കൊത്തമ്പാലി പൊടിയും ഒക്കെ ഇട്ടെടുത്തതാണ് കേട്ടോ. അങ്ങോട്ട് പിന്നെ അതിൻ്റെ ആ പച്ചമണം ഉണ്ടാവില്ലേ, നല്ല മൂക്കൊക്കെ ഇങ്ങനെ കയറുന്ന ജാതി നമുക്കൊരു തുമ്മാൻ മുട്ടുന്നൊരു മണം ഉണ്ടാവില്ലേ, ആ മണം മാറുന്ന വരെ നല്ല ഇളക്കി എടുത്തിട്ടോ. പിന്നെ നമ്മൾ മാങ്ങ എരിഞ്ഞ് വെച്ചാൽ നേരെ ഇട്ടെടുത്ത് അതിൻ്റെ നിറം മാറി വന്നപ്പം ഇങ്ങോട്ട് പിന്നെ മാങ്ങമേലെ ആ മസാല ഒക്കെ പൊടിച്ചോളം ആട്ടും ഇങ്ങോട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ടോ. തെജ്ജും നല്ലോണം കത്തിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഒത്തിന് പെങ്ങളാവുത്തുന്ന ഇപ്പം ചാക്കുമായിട്ട് വന്നിട്ട് കുറച്ച് ഇപ്പം പൊടി ഇട്ടെടുത്തിട്ടോ. അങ്ങോട്ട് ഓള് പറഞ്ഞു മാങ്ങക്ക് അതിനാത്രം വലിയ വേവൊന്നുമില്ല, കുറച്ച് തിരിച്ചെത്തിച്ചാൽ മതി അറിഞ്ഞിട്ടോ. ഏതായിട്ട് ഞാൻ ആ ഇപ്പം ഇട്ടായിട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ടോ. തിരിച്ച് കുറച്ച് മൂട്ടെന്ന് ഇങ്ങോട്ട് പിരിച്ചും ചെയ്തിട്ട് അടുപ്പിൻ്റെ പിന്നെ ഒരു നുള്ള വെള്ളം പാർന്നു കൊടുത്തിട്ടോ. വെള്ളം പാർന്നു കൊടുത്തായിട്ട് മണ്ടത്തോണ്ട് മൂടി വെച്ചായിട്ട് കുറച്ച് നേരം നല്ലോണം വേവിച്ച് അങ്ങനെ തളച്ച് വരുന്നപ്പോൾ നമ്മളൊന്നുകൂടി തുറന്നായിട്ട് ഇളക്കി നോക്കിട്ടോ. ഇളക്കി നോക്കിയപ്പോൾ നല്ലോണം ബന്ധാണ് കേട്ടോ. കണ്ടത് ഇങ്ങനെ തളച്ച് മറിയണ ബന്ധം കഴിഞ്ഞാൽ പിന്നെ നേരെ തീമന്ന് ഇറക്കി വെച്ചിട്ടോ. തീമന്ന് ഇറക്കി വെച്ചിട്ട് ആ മണ്ണിൻ്റെ കുടുക്കയിൽ കുറച്ച് നേരം അവിടെ വെച്ച് കുത്തിർന്നിട്ടോ. അതിൻ്റെ ഇടയിൽ ഇപ്പം മുളകൊക്കെ ഉണ്ടോയെന്ന് നാഗമേലെ ചോക്കും വേണം കേട്ടോ. ഏതായിട്ട് ഒടുവിന് നമ്മൾ മാങ്ങ തച്ച് കായ് കിട്ടീനിട്ടോ. വെള്ളമൊക്കെ പറ്റി നല്ല മട്ടത്തിലായി കിട്ടീനിട്ടോ. പിന്നെ കുറച്ച് കുപ്പിക്കാക്കി വെച്ചായിട്ട് സുർക്കിയും പാർന്ന് ഞാൻ പണിക്കോ